സ്കൂളില്ലെങ്കിൽ ഒരാളിവിടെ ഏറ്റവും നേരത്തെ അവളായിരിക്കും നിൽക്കുക. പിന്നെ അവൾ ടി വി കണ്ടിരിക്കും, ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ട്. സ്കൂളിലേക്ക് പോകണോ? ആ എന്നാൽ പിന്നെ ബിസ്ക്കറ്റും ഇല്ല. സ്കൂളിലേക്ക് പോകുമ്പോഴേ ബിസ്ക്കറ്റൊക്കെ ഉള്ളൂ കേട്ടോ. തിന്നാൻ ദോശ പുട്ടൊക്കെ തരാം കേട്ടോ. എന്തുണ്ട് രാവിലെ? നെയ്ച്ചോറാ? നെയ്ച്ചോറും കറി എന്താ വേണ്ടി? ചിക്കൻ കറി അല്ലേ? ഇല്ല. ആ പുട്ടുണ്ട്. നെയ്ച്ചോറില്ല. നെയ്ച്ചോറില്ല. പുട്ടും ചിക്കൻ കറിയാ? ആ ബെസ്റ്റ്. ഞാനൊരു കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ആ കുക്കറിലുള്ളത് ചെറുപയർ കറിയാണ്. റോഹിക്ക് നെയ്ച്ചോറും ചിക്കനും ഇന്നലെ ഇവിടെ ഉണ്ടാക്കിയതല്ല. ഇവിടെ ഉണ്ടാക്കിയല്ല, എൻ്റെ വീട്ടിലുണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇതാണ് പുട്ട്. ഞാനിപ്പോൾ പുട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. പുട്ട് കുറ്റിയിൽ ഉണ്ടാക്കാറില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടപാത്രത്തിൽ നമ്മൾ പുട്ടിൻ്റെ പൊടി കുഴച്ചിട്ട് എല്ലാവർക്കും കൂടിയുള്ള പുട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കി കഴിയും. താഴെ ഞാൻ ചെറിയ ഇതിന് പാകത്തിലുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളം നിറച്ചിട്ട് ഈ ഓട്ടപാത്രത്തിലാണ് ഞാൻ ആവി കയറ്റുന്നത്. എന്നിട്ട് ഇങ്ങനെ ആക്കുക. പിന്നെ ഇങ്ങനെയും കഴിച്ചാൽ മതിയല്ലോ പുട്ട്. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ ഇത് സെറ്റാവും. ഇത് ആവി നിറഞ്ഞ് സെറ്റാവും. ഓരോ കഷ്ണങ്ങളായിട്ട് കിട്ടൂല. നമ്മളിങ്ങനെ ചോറ് കഴിക്കുന്ന പോലെ കോരിടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ പുട്ടിന് പുട്ട് മതിയല്ലോ, ഇങ്ങനെ മതിയല്ലോ. ഞാൻ ഇനി കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഭയങ്കര എളുപ്പമാണ്. ഒരു 5-8 മിനിറ്റ് കൊണ്ട് പുട്ട് സെറ്റാകും. മറ്റേ നമ്മൾ പുട്ടുകുറ്റിയിൽ ഇത്രയും ആൾക്കാർക്ക് പുട്ടുണ്ടാക്കണമെങ്കിൽ എത്ര നേരം വെക്കണം. എന്നിട്ട് പിന്നെ ആവി കയറിയിട്ടില്ല, അതെന്താ സംഭവം എന്ന് നോക്കണം. അങ്ങനെ ഇങ്ങനെ കുറേ ടൈമല്ലേ. കാണാൻ ഭംഗി മറ്റേ തന്നെയാണ്, പക്ഷേ എളുപ്പം ഇതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാത്രിയിലൊക്കെ പുറത്തുനിന്ന് പോയി വന്ന് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വേഗം കയറിയിട്ട് പുട്ടുണ്ടാക്കും. അപ്പോൾ സിമ്പിളായില്ലേ. അതേപോലെ തന്നെയാണ് ചെറുപയർ കറിൻ്റെ കാര്യം. ചെറുപയർ തലേദിവസം സോക്ക് ചെയ്ത് വെക്കുക. ചെറുപയറും കുറച്ച് വെള്ളം കൂടി ഒരു മുളകോ ഒന്ന് ഇട്ടിട്ട് അത് വേവിക്കുക. മസാലകളൊന്നുമില്ല, വേവിക്കുക. പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ആക്കിയാണ് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. റൂയിൻ്റെ പറഞ്ഞ പോലെ റൂയിക്ക് എന്താ കിട്ടിയത്? നെയ്ച്ചോറും ചിക്കൻ കറി. കള്ളത്തേക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. അവൾ ഓർത്ത് വെച്ചിരിക്കണം. തലേദിവസം നമ്മൾ ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിയും കൊടുന്നില്ലേ. പപ്പടം ആകെ ഇതായിപ്പോയി, ചൂടാറിപ്പോയി. ചിക്കൻ കറി പാർസലിട്ടാ ശരിക്കും ഇപ്പോൾ അത് ഫുള്ള്. അത് വേണ്ട കുട്ടിക്ക്, അത് വേണ്ട. കുട്ടിക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും മതി. ഞങ്ങൾക്ക് മാഷാ അല്ലാ നല്ല കുട്ടി ലൈക്കിട്ട് രസ. പിന്നെ ഞങ്ങൾക്ക് ബുൾസൈ, പിന്നെ ചെറുപയർ കറി. ഞാൻ പറഞ്ഞില്ല, ചെറുപയറും വെള്ളവും പച്ചമുളകും കൂടി വേവിക്കുക. പിന്നെ 2 വിസിൽ വന്ന ശേഷം പിന്നെ ഉടച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയും ഉപ്പിട്ട് വെക്കുക. അത്ര തന്നെ ഉള്ളൂ. സിമ്പിൾ ചെറുപയർ കറിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുട്ട്. കണ്ടില്ലേ, ഇങ്ങനെ കഴിക്കാൻ പുട്ട്. ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല. കഴിക്കുമ്പോൾ എന്തായാലും ഷേപ്പില്ലാണ്ടല്ലേ പോവില്ലേ. റിസാ, അത് കഴിഞ്ഞിട്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പൊട്ടിച്ചിര ഈനല്ലേ പറഞ്ഞത്? റൂയിനല്ലേ പറഞ്ഞ പൊട്ടിച്ചിരാന്ന്? ആ റിസ വെള്ളം എടുത്തിട്ട് വെച്ചോ. ഈ പഴം ഉണ്ട് കേട്ടോ നമ്മൾക്ക്. എന്തായാലും കേമായി ഇക്കടെ ഇനിയിപ്പോൾ പ്രത്യേകം ക്ഷണിക്കണം ഫുഡ് കഴിക്കാൻ. ഇതിൽ ഒരാൾ മിസ്സിങ് ആണ്. അല്ല, ഒരാളിവിടെ ഭയങ്കര ഉറക്കത്തിലാണ്. റോസുവിന് ടൂറുണ്ടായിരുന്നു, സ്കൂൾ ടൂർ. അപ്പോൾ ഊട്ടിയിൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് പോയി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ്. ബൈ എന്ന് പറഞ്ഞാൽ നിർത്തണം. പിന്നെ ഇനി അവളെ കാണിക്കരുത്, അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. നല്ല കുട്ടിയാണ്. ഈ കുറച്ച് കഴിഞ്ഞ് ഞാനത് കാണിക്കൂട്ടോ പ്ലേറ്റ്. അത് 12:45 അങ്ങനെ തന്നെ കിടത്തിയിട്ട് പോവുള്ളൂ. ആ ചിക്കൻ മാത്രം കഴിച്ചിട്ട്.
വെള്ളമില്ല, വെള്ളം കണ്ടോ. ആള് മതിയാക്കി പോയി കേട്ടോ. അത്രയും ഭയങ്കര കാര്യത്തിൽ നെയ്ച്ചോറ് ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. എന്താ റൂയി ഭക്ഷണം കഴിക്കാത്തത്? റൂയി എന്താ ഫുഡ് കഴിക്കാഞ്ഞേ? നെയ്ച്ചോറ് എന്തേ? നെയ്ച്ചോറ് വേണോ? ചിക്കൻ കറി വേണോ? ഭയങ്കര കാര്യമായിട്ടല്ലേ നെയ്ച്ചോറ് ചിക്കൻ കറി എന്നൊക്കെ ഡയലോഗ് അടിച്ചിരുന്നത്. ഇന്നൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ മേക്ക് ഓവറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ മേക്ക് ഓവർ പേജ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേജസ് കാണാൻ പറ്റും. അതിൽ നല്ലത് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ നല്ലൊരു മേക്ക് ഓവർ പേജ് പരിചയപ്പെടുത്തി തരാം. വാവ് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിൽ മേക്ക് ഓവർ മാത്രമല്ല ഉള്ളത്, അതായത് മേക്ക് ഓവർ ചെയ്യാനുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പിനെ പറ്റിയ ബേസിക്സ് പോലും അറിയില്ല എങ്കിൽ നിങ്ങൾക്കിതുപോലെ ഒരു 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറാനുള്ള അത്രയും അടിപൊളി ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ഈ ഒരു 3 ദിവസം കൊണ്ട്. ഈ ഒരു 3 ദിവസത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ അവരുടെ സിഗ്നേച്ചർ ഗ്ലാസ് സ്കിൻ ലുക്ക് മോഡലിനെ വെച്ചിട്ട് കാണിച്ചു തരും. 2ാമത്തെ ദിവസം ട്രെൻഡിങ് ആയിട്ടുള്ള എയർ ബ്രഷ് ലുക്കും കാണിച്ചു തരും. 3ാമത്തെ ദിവസം പ്രാക്ടീസ് സെക്ഷനാണ്. അങ്ങനെ ഇതിനാവശ്യമുള്ള കംപ്ലീറ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ പ്രൊഡക്ട്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അതല്ല നിങ്ങളുടെ ബിഗ് ഡേ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മേക്ക് ഓവർ ചെയ്യണം എന്നാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ആ ഒരു പേര് പോലെ തന്നെ വാവ് ലുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഡ്രസ്സ് ഫുള്ള് ചേഞ്ച് ചെയ്താ കഴിഞ്ഞില്ലേ? ഷോൾ ഇട്ടോ നീ? മക്കളുടെ യൂണിഫോമാണ്. ഇതുവരേക്ക് റീനുണ്ട്. എന്താ പണി റിസ? ഇപ്പോഴേ ആയില്ലുള്ളൂ. വാഷിംഗ് മെഷീൻ ഇന്ന് രാവിലെ ഇട്ടത്. നാളെ സ്കൂളുള്ളതാണ്. ഇന്നലെ ഇടേണ്ടിയായിരുന്നു, ഇന്നലെ മറന്നുപോയി. ഇത് കാണുമ്പോൾ വിചാരിക്കും എല്ലാവരും എന്നും റീനു ആണ് അതിൽ ഡ്രസ്സ് ഇടരുത്. എപ്പോൾ ഇടല്? ആ അതാണ്. ഇപ്പോൾ റീനുവിന് ഭയങ്കര പൊക്കലായിരിക്കും. റീനു അത് ചെയ്യണത്. അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ചെയ്യില്ല റീനു. റീനു ഫുള്ള് പഠിക്കാന്ന് പറഞ്ഞിട്ട് ഫുള്ള് റൂമിൽ ഇരുന്നിട്ട് പഠിക്കൽ തന്നെ പണി. റിസൾട്ട് വരുമ്പോൾ എന്താന്നാവും പാട്. റിസ, റൂയിക്ക് പിങ്ക് ആണോ വൈറ്റ് ആണോ ഡ്രസ്സ്? അത് പിങ്ക് അല്ല കേട്ടോ, അത് വൈറ്റ് ഡ്രസ്സിൽ പിങ്ക് ആണ്. ആ പിങ്ക്. ഓക്കെ. റൂയി എവിടുക്ക പോണത്? ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എവിടുക്ക പോണത്? ഉംറക്ക് പോണ്. എൻ്റെ നാത്തൂൻ്റെ, അതായത് എൻ്റെ കാക്കൻ്റെ വൈഫ് ഉംറക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. നാളെയാണ് പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പോവും. അവരെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അവരുടെ ഉമ്മയും ഉപ്പയും സിസ്റ്ററും ഒക്കെ പോകുന്നുണ്ട്. അവരെ കൂടെയാണ് പോകുന്നത്. ഇക്കാക്ക പോകണില്ല. ഇക്കാക്കയും മക്കളൊന്നും പോകണില്ല. നാത്തു മാത്രമേ പോകുന്നുള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. എൻ്റെ വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ് എല്ലാവരും. ഊയ്ക്ക് പോകണോ? അഭിമാമി ഹറമേൻ പള്ളിക്ക് പോവാണല്ലോ. തന്നെ ഉമ്മ വരുന്നുണ്ട് ഹറമേൻ പള്ളിക്ക്. ഇന്ന് റൂഹി അഭിമാമീൻ്റെ കൂടെ പോയിക്കോ. ഉമ്മയും റൂഹിയും അഭിമാമിയും കൂടി പോവാ. ഉമ്മന്റെ കൂടെ ഇല്ലേ? ഉമ്മേ നിന്നോടൊന്നും പറയരുത് ഉണ്ടാക്കി തരാനൊന്നും കേട്ടാ. എല്ലാം പപ്പായോട് പറഞ്ഞാൽ വേണ്ടിട്ടാ. കുളിപ്പിച്ച് തരാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാനും സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സ് റെഡിയാക്കാനും ഒക്കെ പപ്പായോട് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞതാണ്. ആ സ്കൂളിൻ്റെ അടക്കട്ടെ. ആ ഓക്കെ. സ്കൂളല്ല ഇപ്പം നമ്മളിവിടെ വിഷയം. ഞാൻ പറഞ്ഞത് പപ്പാനാണോ ഉമ്മാനാണോ ഇഷ്ടം പോയി പപ്പാനെ മാത്രം പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഒന്ന് കേൾക്കോ? ഇപ്പൊ സമാധാനായി.
അന്ന് പപ്പയാണ് സ്കൂളിൽ പറഞ്ഞേക്കണത്, ഉമ്മല്ല. പപ്പയാണ് എന്നും കാറിൽ കൊണ്ടാക്കിയത്, ഉമ്മ പറഞ്ഞേക്കൂല. ഹറമീൻ പള്ളിക്ക് പോയ സ്കൂൾക്ക് പോകണ്ട, അതാണ് മനസ്സിലല്ലേ. അതാണ് ഹറമീൻ പള്ളിക്ക് പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് അവൾക്ക്. നീ എന്നെ പിടിച്ചോ. റോസിനോട് ഞാനിത് അയലിടാൻ പറഞ്ഞ റോസു. എൻ്റെ യൂണിഫോം ആട്ടാ, എൻ്റെ യൂണിഫോമാണ്. നാളെ സ്കൂളിൽ പോകണ്ടേ? ബെസ്റ്റ്. കഴിഞ്ഞാ നമുക്ക് പോകണ്ടേ? ഫുഡ് കഴിക്കാനാ ചെല്ലാൻ പറഞ്ഞിരിക്കണത്, വൈകുന്നേരത്തേക്കല്ല. ഉച്ചക്ക് ചോറ് ഇനി വീട്ടിൽ നിന്നാണ്. റിസ, റീൻ, ഈ അല്ലട്ട മക്കത്തേക്ക് പോണത്, അഭിമാമിയാണ്. അവള് ഫുള്ള് റെഡി. ആ പോയി. ഈ ഒരു ഷോൾ അല്ലാണ്ട് വേറൊരു ഷോൾ ഇല്ല എനിക്ക് ഇടാൻ. അതിനോട് ഒരു മാച്ചിങ് ഇല്ലാത്ത എടുത്തിട്ടിക്കണം. വേണ്ട, ഇടണ്ട, ഈ അത് മതി. വാ പോയി. റൂയി എവിടേക്കാണ് സുന്ദരിക്കുട്ടി? കുറേ നാളുകൾക്ക് ശേഷം റിനു പുറത്തിറങ്ങുന്നുണ്ട്. റിനു ഒന്ന് വെയിലും ഉണ്ടോ? ഫുൾ ടൈം വീട്ടിലാണ്. 2:11 ഉച്ചയ്ക്ക് എത്താൻ പറഞ്ഞതാണ്. നമ്മൾ കറക്റ്റ് ഉച്ചയ്ക്ക് തന്നെ എത്തുന്നത്. അവരൊക്കെ ചോറ് കഴിച്ചോളിന്നും പറഞ്ഞ് മടിച്ചെന്ന് ഉപ്പ. ഇവിടെ നിന്ന് റെഡി ആയിട്ട് പോണ്ടേ കുട്ടാ? റൂക്കുട്ടാ എന്തെങ്കിലും പറയാണ്ടാ? റൂയിന്റെ സംസാരമാണ് അത്ര എല്ലാവർക്കും ഇഷ്ടം. ഓ അത് മാത്രം. പിന്നെ പപ്പ എന്താ വാങ്ങിച്ചിടാൻ പറഞ്ഞിട്ട്? പപ്പ എന്താ ഊക്ക് വാങ്ങിക്കേണ്ടത്? അതല്ലേ വേറെ എന്തൊരു സാധനല്ലേ? ടസ്കുള്ള എന്തോ വാങ്ങിക്കണം. ഒരു ചെറിയ ആന വാങ്ങിച്ചു കൊടുക്ക കുട്ടിക്ക്. വാങ്ങിക്കാലോ. ഊക്ക് ആന ഭയങ്കര ഇഷ്ടം. പപ്പക്ക് എന്താ ഇഷ്ടം? കുട്ടി വരെ പറഞ്ഞു പപ്പക്ക് ക്യാമറ ആണല്ലോ ഇഷ്ടം. പപ്പ ഫുൾ ടൈം ഫോണിൽ ഇരുന്നോണ്ട് ക്യാമറ ഇഷ്ടം കുട്ടിക്ക്. ആനല്ലേ ഇഷ്ടം? ആന വാങ്ങിച്ചു കൊടുക്കും. ഇല്ലല്ല, എന്ത് ക്യാമറ എന്താ റൂയിക്ക്? പപ്പക്ക് ഇഷ്ടം എന്താന്ന് പറഞ്ഞ റൂയി? അങ്ങനെ പറഞ്ഞ എന്താ? അങ്ങനെ പറഞ്ഞാല് എന്താണ് സാധനം? ക്യാമറ എന്താണ്? ക്യാമറ ക്യാമലാണോ ക്യാമറയാണോ? അതെന്താണ്? ഫോട്ടോ എടുക്കണതോ? നടന്നിട്ട് ആ വലിയ ഡെസേർട്ടിലുള്ളതാണോ? ഡെസേർട്ട് എന്താന്ന് അറിയട്ടെ. ആ പോകുമ്പോ ആന വാങ്ങിച്ചു. ആന്റെ സ്ഥലം കാണിച്ചു തരട്ടാ. നാളെ വരട്ടാ. നാളെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാള്. ആ ആനയാണ് എന്നും പറഞ്ഞു വാങ്ങിച്ചു. ഭയങ്കര പേടിയാണ് ആന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, പൈസ എടുത്തിട്ടില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആപ്പുണ്ട് അവിടെ, ആപ്പയാണ്. റോയിന്റെ ഫ്രണ്ടാണ് അബു. റോയിന്റെ ഫ്രണ്ടാണ്, അവനെ മാത്രമേ നോക്കണുള്ളൂ. അപ്പൊ ഫ്രണ്ടാണ് റോയിന്റെ? ആണല്ലേ, ആണല്ലേ. അബുവിന്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിനെ നോക്കിക്കട്. അപ്പൊ വരുമ്പോ വിളിച്ചു. നിങ്ങൾക്കറിയോ? ചെറുതായിട്ട്. ബാത്തു എന്താ ഇവിടെ എല്ലാരും കൂടി കൂടിക്കണേ? പാത്തുന്റെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബാത്തു. ഇവളെ കൊണ്ടോണില്ല, ഇവളെയും കൊണ്ടോണില്ല. അനിയത്തിൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആദ്യം നേരത്തെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ഇതാണ് നാത്തൂന്, ഇതാണ് കേട്ടോ ആൾക്കങ്ങനെ വീഡിയോയിൽ നിൽക്കുന്ന വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെ പിന്നെ ഇറങ്ങാൻ നേരമായി. പിന്നെ ബാക്കി എല്ലാവരും വന്നവരൊക്കെ പോകാൻ തുടങ്ങി.
വലിയ ഫങ്ഷനൊന്നുമല്ല, എന്നാലും നെക്സ്റ്റ് ഡേ ആണ് അവർ നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തലേ ദിവസം തന്നെ ഇറങ്ങും. കുട്ടികളൊന്നും കൊണ്ടാകത്തോണ്ട് ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് കാര്യമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുട്ടികൾ ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇത് ഷാബിൻ്റെ വൈഫ്, അമ്മാവിൻ്റെ രണ്ടാമത്തെ മോൻ്റെ വൈഫ്, പഴുത്ത് കല്യാണം കഴിഞ്ഞില്ലേ അവർ. എന്തായാലും നാത്തൂൻ്റെ ഉംറ റബ്ബ് സ്വീകരിക്കട്ടെ. ഉംറ കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഇത് റിലേറ്റഡ് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ ഉണ്ടാവും. എന്താ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ, അതായത് തിരൂരാണ്, ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം തിരൂരാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഉഷാറായിട്ട് വരാനും എല്ലാം നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് വരാനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. എന്നത്തെയും പോലെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ വിശദ വിവരങ്ങൾ ഞാൻ പിന്നീട് പറയണ്ട കേട്ടോ ഇൻഷാ അല്ലാഹ്.